എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഹീറോയും ആ ചപ്പർത്തലയനും അവര് രണ്ടുപേരും മത്സരിക്കാനായിട്ട് ഇപ്പൊ ഫുൾ പവറിൽ നിൽക്കാണ്. അപ്പൊ ചപ്രത്തലയൻ അവൻ ഹീറോയെ നോക്കി പറയും, ഈ ഒരു ബാറ്റില് എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ചിരിക്കുട്ടനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഈ ഒരു ഗെയിമിൽ ജയിക്കും. അതിന് ഹീറോ പറയും, ദയവ് ചെയ്ത് നീ പേഴ്സണൽ ഇഷ്യൂ ഈ ഒരു സമയത്ത് വലിച്ചിഴക്കരുത്. ഇത് നമ്മുടെ രണ്ടുപേരുടെ എക്സാം ആണ്. ഇവിടെ ആവശ്യം നമ്മുടെ ടീം വർക്ക് അത് മാത്രമാണ്. അതിന് ചപ്രത്തലയും പറയും, മിണ്ടിപ്പോവരുത്, മിണ്ടിയാ തല്ലി കൊന്നുകളയും ഞാൻ. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേന്നറിയാതെ അവൻ ടെൻഷൻ അടിച്ച് അങ്ങനെ നോക്കി നിൽക്കും. ഹീറോ പറയും, എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ തന്നെ നിന്ന് ഞാനും ചിരിക്കുട്ടനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഇതൊരു ടീം വർക്കാണ്. അതിന് കാലി കയറി ചപ്രത്തലയൻ അവൻ ചാടി വന്ന് കാലുമടക്കി ഹീറോയ്ക്കൊട്ടൊരൊറ്റ ചവിട്ട്. ആ ഒരു ചവിട്ടില് ഇപ്പൊ ഹീറോ അവൻ കറങ്ങി അടിച്ച് താഴെ വീഴും. ചപ്രത്തലയും പറയും, ഇനി ഒരു അക്ഷരം പോലും മിണ്ടിപ്പോവരുത്, മിണ്ടിയാ നിന്നെ ഞാൻ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ് അവിടുന്ന് മുൻപോട്ട് നടക്കും. ചിരിക്കുട്ടനാവട്ടെ ആ കാഴ്ച കണ്ട് അങ്ങനെ നോക്കി നിൽക്കാണ്. ഇവിടെ സ്റ്റുഡൻസിന് മനസ്സിലാവും, ഇവരിങ്ങനെ പോവാണെങ്കിൽ ഒരിക്കലും ചിരിക്കുട്ടനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇസുക്ക് പയ്യൻ അവൻ വീണ്ടും പറയും, നമ്മൾ ഏറ്റുമുട്ടുന്നത് ചിരിക്കുട്ടനുമായിട്ടാണ്. അവൻ നമ്പർ 1 സൂപ്പർ ഹീറോ ആണ്. നമ്മൾ രണ്ടുപേര് വിചാരിച്ചാൽ പോലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേൾക്കണം, നീ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യരുത്. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ട് തർക്കിക്കും. ആ ഗ്യാപ്പിൽ നമ്മുടെ ചിരിക്കുട്ടൻ ആളാളുടെ കൈ നൈസായിട്ടൊന്ന് വീശും. അതിൽ അതിശക്തമായിട്ട് ഒരു കാറ്റ് വീശും. ആ കാറ്റിൽ തന്നെ നമ്മുടെ രണ്ടാശാന്മാരും തെറിച്ചു പോകും. ചിരിക്കുട്ടൻ പറയും, ഞാനിപ്പോ ഹീറോ അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും വില്ലനാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു പറയും. അത് കേട്ടുടനെ ചപ്രത്തലയൻ അവന്റെ സ്പെഷ്യൽ ഫയർ പവർ എടുത്ത് ഇപ്പൊ ചിരിക്കുട്ടനെ അടിക്കാനായിട്ട് ഓടും. അത് കണ്ട് ഹീറോ നോ എന്ന് വിളിച്ചു കാറും. പക്ഷെ അപ്പോഴേക്കും ചപ്രത്തലയൻ അവൻ ചിരിക്കുട്ടന്റെ തൊട്ടടുത്തെത്തും. ചിരിക്കുട്ടൻ നൈസായിട്ട് കൈവീശി അവന്റെ മുഖത്ത് തന്നെ ഒരൊറ്റ അടി. ആ അടിയില് പൊന്നീച്ച പറന്ന് നമ്മുടെ ചെക്കൻ താഴെ വീഴും. ഇവിടെ ഹീറോ അവൻ പേടിച്ചു വരച്ച് കണ്ണ് തള്ളി നിൽക്കും. അത് കണ്ട ചിരിക്കുട്ടൻ അവൻ ചാടി വന്ന് ഇപ്പൊ ഹീറോയുടെ പിന്നിൽ നിൽക്കും. ചിരിക്കുട്ടന്റെ മോന്തയും ഭാവവും കാണുമ്പോ തന്നെ നമ്മുടെ ആൾക്ക് ഓർമ്മ വരിക ആ ഒരു ഹീറോ കില്ലറിനെയാണ്. ഇസുക്ക് പയ്യൻ നൈസായിട്ട് ഇപ്പൊ ബാക്കോട്ട് ജമ്പടിക്കും. പക്ഷെ ആ സമയത്ത് വീണ് കിടന്ന ഇസുക്ക് പയ്യൻ അവൻ മുൻപോട്ട് ചാടും. അങ്ങനെ നമ്മുടെ രണ്ടാൾക്കാരും കൂട്ടിയിടിച്ച് ഇപ്പൊ താഴെ വീഴും. ചപ്രത്തലനാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഇവനെ ഞാൻ ഫൈറ്റ് ചെയ്ത് തന്നെ തോൽപ്പിക്കുന്നു പറഞ്ഞ് ഇപ്പൊ വീണ്ടും ചിരിക്കുട്ടന്റെ അടുത്തേക്ക് പോവും. അപ്പൊ ചിരിക്കുട്ടൻ വലിയൊരു കമ്പിയായിട്ട് വന്ന് ഇസുക്ക് പയ്യനെ ലോക്ക് ചെയ്ത് ചപ്രത്തലനെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ പുറകില് ഒരൊറ്റ ചവിട്ട്. ആ ഒരു ചവിട്ടില് അവൻ ഛർദിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. ഇവിടെ ഇസുക്ക് പയ്യനാണെങ്കിൽ അവൻ ലോക്കായിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ടെൻഷനായിട്ട് നിൽക്കും. അപ്പൊ അവൻ പതിയെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് അവൻ ചിരിക്കുട്ടന്റെ ഫൈറ്റ് കണ്ട് ഇപ്പൊ ചിരിക്കുട്ടന്റെ വലിയൊരു ഫാനാവും. കട്ട് ചെയ്ത ചിരിക്കുട്ടൻ അവനിപ്പോ ചപ്രത്തലയനോട് പറയും, എനിക്കറിയാം നിനക്ക് എന്തുകൊണ്ടാണ് ഇസുക്ക് പയ്യനോട് അവനോട് ഇത്രയും ദേഷ്യമെന്ന്. സൂപ്പർ പവർ ഒന്നുമില്ലായിരുന്ന ഇസുക്ക് പയ്യൻ അവൻ പെട്ടെന്ന് ഇംപ്രൂവ്ഡ് ആയി. അത് നിനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആക്ച്വലി ഇതൊരു ടീം വർക്കാണ്. മാത്രമല്ല നീ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നിന്റെ പവർ അത് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാന്ന് പറയും. പക്ഷെ ചപ്രത്തലയൻ അവനിപ്പോ ചിരിക്കുട്ടന്റെ മുഖത്ത് നോക്കി പറയും, ഇസുക്കിന് അവൻ എന്തൊക്കെ പവർ ഉണ്ടായിട്ടും യാതൊരു കാര്യമില്ല. കാരണം അവനത് ഉപയോഗിക്കാൻ അറിയില്ല. അവനൊരു യൂസ്ലെസ് ആണ്, പൊട്ടനാണ്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ചക്കന് കലിയിളകും. ഇസുക്ക് കൂളായിട്ട് ആ ഒരു കമ്പിയിൽ നിന്ന് രക്ഷപ്പെട്ട് പാഞ്ഞു വന്ന് ചപ്രത്തലേന്റെ മോന്തയ്ക്ക് ഒരു ഇടി കൊടുത്ത് അവനെയും തൂക്കി അവിടുന്ന് മുൻപോട്ട് ഓടും. പക്ഷെ അത് ചപ്രത്തലേന് തീരെ ഇഷ്ടപ്പെടില്ല. അവൻ ഇസുക്ക് പയ്യന്റെ കാല് ലോക്ക് ചെയ്ത് അവർ രണ്ടുപേരും താഴെ വീഴും. ദയവ് ചെയ്ത് ഇത്തവണയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം. മാസ്റ്ററിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് നമുക്കാവില്ല. എങ്ങനെയെങ്കിലും അവന്റെ ശ്രദ്ധ തെറ്റിച്ച് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടാൽ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ എന്ന് ഇപ്പൊ ഹീറോ പറയും. അപ്പൊ വീണ്ടും ഫ്ലാഷ് ബാക്കില് നമ്മുടെ ചപ്രത്തലയൻ അവനെ കഴിഞ്ഞും വലിയ 2 ചേട്ടന്മാരെ ഇടിച്ചു തോൽപ്പിച്ച് അവരോട് പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിട്ടുകൊടുക്കില്ല, അവസാനം ഞാൻ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഇസുക്ക് പയ്യൻ ആ ഒരു കാഴ്ചയും അവന്റെ ഡയലോഗും കേട്ട് ചപ്രത്തലേന്റെ കട്ട ഫാനാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് ചപ്രത്തലേനാവട്ടെ അവന്റെ കൈ ചുരുട്ടി നിലത്തിട്ടിക്കും. അവൻ ദേഷ്യപ്പെട്ട് പറയും, ചിരിക്കുടനാണ് വേൾഡിലെ നമ്പർ 1 സൂപ്പർ ഹീറോ. അവന്റെ അത്രയും സ്പീഡും അവന്റെ അത്രയും പവറും ആർക്കുമില്ല. അങ്ങനെയുള്ള ഒരാളെ
നമുക്കെങ്ങനെ ഓടിത്തോപ്പിക്കാൻ കഴിയും? അവന്റെ ബോഡിയില് ആ പവർ കൺട്രോളിംഗ് ഡിവൈസ് ഉണ്ട്. അതുകൊണ്ട് അവനിപ്പോ എത്ര പവർ ഉപയോഗിക്കാൻ കഴിയും എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഞാൻ അവനുമായിട്ട് ഫൈറ്റ് ഇട്ടത്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ചെക്കൻ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ആക്ച്വലി ചപ്രത്തലയൻ അവൻ നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് ഫൈറ്റ് ചെയ്തത് എന്നിപ്പോഴായിരിക്കും നമ്മുടെ ആള് മനസ്സിലാക്കുക. കട്ട് ചെയ്ത ചിരിക്കുട്ടൻ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തേടി അവിടെ മുഴുവൻ ചുറ്റി നടക്കും. ചപ്രത്തലയൻ പാഞ്ഞു വന്ന് അവന്റെ തലയ്ക്കൊരു ഇടി കൊടുത്ത് മുൻപോട്ട് ഓടും. അപ്പൊ ചപ്രത്തലയൻ അവൻ ഹീറോയോട് വിളിച്ചു പറയും, അവന്റെ മുൻപിൽ പോയിട്ട് നിന്റെ കയ്യിലുള്ള ബാൻഡ് അതിൽ പിടിച്ച് വലിക്ക്. അപ്പോഴായിരിക്കും ചിരിക്കുട്ടൻ ഹീറോയെ കണ്ട് ഷോക്കാവുക. മുൻപിൽ എത്തിയ ഉടൻ അവന്റെ കയ്യിലുള്ള ആ ഒരു ബെൽറ്റ് അതിൽ പിടിച്ച് വലിക്കും. ഒരുപാട് ഫയർ പുറത്തേക്ക് വന്ന് ചിരിക്കുട്ടൻ തന്നെ തെറിച്ചു പോവും. ചിരിക്കുട്ടനാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും. കാരണം ഒരു വിധത്തില് ഇപ്പൊ നമ്മുടെ രണ്ടാൾക്കാരും ടീം വർക്ക് ചെയ്താണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ചിരിക്കുട്ടന് മനസ്സിലാവും ഇനി അവന്റെ പണി അത് ഇരട്ടിയായെന്ന്. മാസ്റ്ററിന് മുൻപില് ഇനി ടൈം അത് വളരെ കുറച്ചേ ഉള്ളൂ. മൂക്കിലൂടെയും ചെവിയിലൂടെയും ബ്ലഡൊക്കെ വന്ന് മാസ്റ്റർ അങ്ങനെ നിൽക്കും. അപ്പൊ ഹീറോയും നമ്മുടെ ചപ്രത്തലയനും അവരോടി ഓടി ഇപ്പൊ ആ ഗേറ്റ് കാണും. ഹീറോ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ചപ്രത്തലയനോട് ചോദിക്കും, മാസ്റ്റർ അദ്ദേഹം എവിടെ? നമ്മുടെ അറ്റാക്ക് അത്ര പവർഫുൾ ഒന്നും ആയിരുന്നില്ല. മാസ്റ്ററിന് കാര്യമായിട്ട് പരിക്കും പറ്റിയിട്ടില്ല. പക്ഷെ ഇതുവരെ ആള് ഫോളോ ചെയ്ത് നമ്മുടെ പിന്നാലെ എത്തിയിട്ടില്ല. ഇതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ ചോദിക്കുമ്പോ അതിന് ചപ്രത്തലയൻ ടെൻഷനായിട്ട് വായടക്ക് മിണ്ടി പോവരുത്, മാസ്റ്റർ ഇപ്പൊ തന്നെ നമ്മുടെ തൊട്ടടുത്തെത്തും. അവനത് പറഞ്ഞ് നാവെടുക്കുമ്പോഴേ ഇപ്പൊ മാസ്റ്റർ അവരുടെ നടുവിലേക്ക് വന്ന് ചപ്രത്തലയന്റെ കൈ ഇടിച്ച് തകർത്ത് അവന്റെ മോന്തക്കിടിച്ച് അവനെ പറപ്പിക്കും. എന്നിട്ട് ഇസുക്ക് പയ്യന്റെ കൈയെ പിടിച്ച് വലിച്ച് അവനെ അറഞ്ചം പുറഞ്ചം ഇപ്പൊ നിലത്തിട്ട് അലക്കുകയാണ്. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഇപ്പൊ ഒരുപാട് അടികിട്ടി അങ്ങനെ അനങ്ങാൻ കഴിയാതെ വീണ് കിടക്കും. അത് കാണുമ്പോ ബാക്കിയുള്ള സ്റ്റുഡൻസിന് അവർക്ക് ഒരുപാട് വിഷമായി. ശ്വാസം പോലും മുറുക്കി പിടിച്ച് ഇപ്പൊ നോക്കി നിൽക്കും. ചിരിക്കുട്ടൻ വീണ്ടും അവന്റെ കാലെടുത്ത് ഇപ്പൊ ഇസുക്ക് പയ്യനെ ചവിട്ടി പിടിക്കും. മാസ്റ്റർ ഉടനെ ഇപ്പൊ ചപ്രത്തലേനെ നോക്കി ഇളിച്ചു കാണിക്കും, ഇനി നിങ്ങൾ എങ്ങനെ ഈ ഗേറ്റ് കടക്കും? നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറയുമ്പോ ചപ്രത്തലയൻ അവന്റെ ഫുൾ സ്ട്രെങ്തും എടുത്ത് ചാടി വന്ന് ചിരിക്കുട്ടനെ ഇടിച്ചു തെറിപ്പിക്കും. എന്നിട്ട് ഇസുക്ക് പയ്യനോട് പറയും, നമ്മുടെ മുൻപില് ഇനി വേറെ വഴിയില്ല, ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് നിന്നെ വലിച്ചെറിയും. നീ എങ്ങനെയെങ്കിലും നിന്റെ പവർ ഉപയോഗിച്ച് ആ ഗേറ്റ് അത് മറികടന്നേ പറ്റൂ. അവൻ ഹീറോയെ വലിച്ചെറിയും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ചിരിക്കുട്ടൻ അവൻ ചാടി വന്ന് ഹീറോയിന്റെ നടുവിന് തന്നെ ഒരൊറ്റ അടി. ആ അടിയില് കൺട്രോൾ പോയി നമ്മുടെ ആള് ഇപ്പൊ താഴേക്ക് വീഴും. പക്ഷെ നമ്മുടെ ചപ്രത്തലയൻ ചെക്കൻ അവൻ ആള് സൂപ്പറാണ്. അവൻ വിട്ടുകൊടുക്കാതെ അവന്റെ വെറും കൈ ഉപയോഗിച്ച് ഫയർ പവർ അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ഇപ്പൊ ചിരിക്കുട്ടനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ചപ്രത്തലയൻ വിളിച്ചു പറയും, എടാ ഓടിക്കോ, ഇനി സമയമില്ല, എന്നെ കൊണ്ട് അധിക നേരം ഫൈറ്റ് ഇട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ ഓൾറെഡി നല്ല അടി കിട്ടിയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് നടക്കാൻ പറ്റാതെ ഒരുപാട് പ്രയാസപ്പെട്ട് അങ്ങനെ നിൽക്കും. മാസ്റ്റർക്ക് ആവേശമായിട്ട് ഇപ്പൊ ചപ്രത്തലേനെ അവനെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റ അടി. പക്ഷെ ചപ്രത്തലയും വിട്ടുകൊടുക്കില്ല. മാസ്റ്ററുടെ കൈ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ച് എന്റെ മരണം വരെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഇപ്പൊ വിളിച്ചു പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കും ആവേശമാവും. അവൻ ഓടി വന്ന് അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ ചിരിക്കുട്ടന്റെ തലയ്ക്ക് അടുത്തൊരു ഇടി വെച്ചു കൊടുക്കും. രക്തം തുളുമ്പി ഇപ്പൊ ചിരിക്കുട്ടൻ അവൻ താഴേക്ക് വീഴും. ആ ഗ്യാപ്പില് ഹീറോ ചപ്രത്തലേനെയും തൂക്കിയെടുത്ത് ആ ഗേറ്റ് വഴി ഇപ്പൊ പുറത്തേക്ക് ഓടി വരും. അങ്ങനെ വലിയൊരു മല്ലയുദ്ധത്തിന് ശേഷം ഇപ്പൊ നമ്മുടെ ആൾക്കാര് ജയിച്ചിരിക്കുകയാണ്. അത് കണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഇപ്പൊ തുള്ളിച്ചാടും. ഡോറയ്ക്കാണെങ്കിൽ അവളുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ ചിരിക്കുട്ടൻ ആൾക്കും ഒരുപാട് സന്തോഷാവും. ഹീറോയെ സെലക്ട് ചെയ്തതില് ചിരിക്കുട്ടൻ ഇപ്പോ അവനോട് തന്നെ അഭിമാനം തോന്നും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹോസ്പിറ്റലില് നമ്മുടെ ആൾ ഒരുപാട് അടി വാങ്ങി അങ്ങനെ അവശനായി കിടക്കും. നടുവൊടിഞ്ഞ് നമ്മുടെ ആള് ഇപ്പൊ ചന്തി പൊക്കി പിടിച്ച് കിടക്കുമ്പോ മറ്റൊരു വശത്ത് ചപ്രത്തലേനാവട്ടെ അനക്കം പോലും ഉണ്ടാവില്ല. ഗ്രാൻഡ്മ വീണ്ടും ചിരിക്കുട്ടിന് ഒരുപാട് വഴക്ക് പറയാൻ തുടങ്ങും. പക്ഷെ ചിരിക്കുട്ടിന് ഇത്തവണ ഹീറോയെ കാണുമ്പോ ഒരുപാട് സന്തോഷാവും. കാരണം നമ്മുടെ ഹീറോ അവനിപ്പോ ഒരുപാട് സ്ട്രോങ് ആയി. ചപ്രത്തലേനും ഇസുക്ക് പയ്യനും ഇവര് രണ്ടുപേരും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലോകത്തിലെ നമ്പർ 1 സൂപ്പർ ഹീറോസ് ആയിട്ട് ഇവര് മാറും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് മെയിൻ സിറ്റി കാണിക്കുകയാണ്. അവിടെ ആ ഒരു വില്ലന്മാരുടെ ലീഡർ അവനിപ്പോ ഇസുക്ക് പയ്യന്റെ ഫോട്ടോ അത് കയ്യിലെടുത്ത് അവനെ നോക്കും. അപ്പൊ അതേ സമയത്ത് നേരത്തെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്ന ആ മൂന്ന് വില്ലന്മാരും ഇപ്പൊ അവിടേക്ക് വന്ന് ലീഗ് ഓഫ് വില്ലൻസില് ആ ഒരു ടീമിൽ ജോയിൻ ചെയ്ത്
ഒരുപാട് പ്ലാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.